ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ ഒരു സൺഡേ മോർണിംഗ് വ്ളോഗ് കണ്ടാലോ. ഇത് ഈസ്റ്റർ ഡേ മോർണിംഗ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അതിരാവിലെ ഒന്നും ഞാൻ എണീച്ചിട്ടില്ല കേട്ടോ. ഞാൻ എണീക്കുമ്പോൾ തന്നെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. ഏട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഫ്രഷായി പുറത്തേക്ക് നോക്കിയപ്പോൾ രാവിലെ തന്നെ മഴയാണ്. ആകാശമൊക്കെ കറുത്തിരണ്ട് മൂടി നിൽക്കുവാണ്. ഇവിടെ 1 വീക്കായിട്ട് ഫുൾ കാറ്റും മഴയും ഒക്കെയാണ്. പിന്നെ ഞാൻ സോഫയുടെ കവറൊക്കെ ഒന്ന് നേരെയാക്കി വിരിച്ച് വെച്ച്. ഇത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇങ്ങനെ ഉണ്ടാവൂ. കുറച്ച് കഴിയുമ്പോഴേക്ക് ആന കരിമ്പും കട്ടക്കറി പോലെ ആക്കി വെക്കും രണ്ടാളും കൂടി. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണോ? ആണെങ്കിൽ താഴെ കമൻ്റ് ഇടണേ. പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിലിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ രാവിലത്തെ ചായക്കുള്ള പരിപാടി നോക്കുകയാണ്. തലേന്ന് തന്നെ ഞാൻ കള്ളപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കള്ളപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഒറ്റയ്ക്ക്. ഏട്ടൻ്റെ അമ്മയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. ഞാനത് കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഏട്ടനിത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അമ്മേനെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ മാവൊക്കെ അരച്ച് വെച്ചത്. നന്നായി പുളിച്ച് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നന്നായി വരുമോ ഇല്ലയോ എന്ന് ചുട്ടെടുക്കുന്നത് വരെ എനിക്ക് ഡൗട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ നാട്ടിൽ കിട്ടുന്ന പോലെ കള്ളൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ തേങ്ങ വെള്ളം വെച്ചിട്ടാണ് മാവ് ഉണ്ടാക്കിയത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടി. കള്ളപ്പത്തിന് കൂടെ കഴിക്കാൻ ഇന്നലെ ഉണ്ടാക്കിയ വറുത്തരച്ച് വെച്ച ബീഫ് കറിയാണ്. പിന്നെ ഞാൻ അതും കൂടി ഒന്ന് ചൂടാക്കി ചായയും വെച്ചു. അതിനുശേഷം ഞാൻ മോളെ എഴുന്നേൽപ്പിക്കാൻ പോയി. ലീവുള്ള ദിവസം അവൾ കുറേ നേരം ഇങ്ങനെ കിടന്നുറങ്ങും. വിളിക്കുമ്പോൾ ചോദിക്കും, ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലോ അമ്മേ, പിന്നെ എന്തിനാണ് നേരത്തെ എണീക്കുന്നതെന്ന്. പിന്നെ അവളെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ TV ഇങ്ങനെ ഭക്തിഗാനങ്ങൾ വെച്ച് കൊടുക്കുക. അത് കേട്ടാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം തന്നെ എണീച്ച് വന്നോളൂ. പിന്നെ ഞാൻ കുറച്ച് സമയം അവളെ അടുത്ത് അവിടെ ഇരുന്നു. എന്താ വെച്ചാൽ നേരെ എണീപ്പിച്ച് പല്ലിയേക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര വാശിയൊക്കെ ആയിരിക്കും ചില സമയത്ത്. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നമ്മളടുത്ത് വന്ന് കൊഞ്ചിക്കൊക്കെ ചെയ്ത് ആക്കി കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സ്കൂളുള്ള ദിവസം തലേന്ന് തന്നെ രാത്രി കിടക്കുമ്പോഴേ ഞാൻ അവളോട് പറയും, രാവിലെ എണീക്കുമ്പോൾ കരയാൻ പാടില്ല. എന്നുവെച്ചാൽ രാവിലെ ഇപ്പോൾ എപ്പോഴും എണീക്കുന്ന പോലെ, ലീവുള്ള ദിവസം എണീക്കുന്ന പോലെ അല്ലല്ലോ, സ്കൂളിലുള്ള ദിവസം രാവിലെ എണീക്കണ്ട. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഈ ഉറക്കം ശരിയാവാത്ത പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവളുടെ രാത്രിക്ക് കിടക്കുമ്പോഴേ പറയും, രാവിലെ എണീക്കുമ്പോൾ കരയാൻ പാടില്ല, അമ്മ വന്ന് വിളിക്കുമ്പോൾ നല്ല മോളായിട്ട് എണീക്കണം എന്നെല്ലാം പറയും. പക്ഷേ സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. എപ്പോഴും രാവിലെ വിളിക്കുമ്പോൾ വേഗം എണീച്ച് വരും. അതുകൊണ്ടൊരു സമാധാനമാണ്. അങ്ങനെ രാവിലെ നമുക്ക് കുട്ടികൾ കരഞ്ഞിട്ടൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി നേരെ വിരിച്ച് വെച്ച് അവളെ ഫ്രഷപ്പൊക്കെ ആക്കി കൊണ്ടുവന്നു. അപ്പോഴേക്കും ഏട്ടനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. ഉച്ചയ്ക്ക് ഇന്ന് ബീഫ് ബിരിയാണി വെക്കാമെന്നും പറഞ്ഞിട്ട് ബീഫൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ മോള് ബീഫ് കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് കുറച്ച് കല്ലുമ്മക്കായും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഏട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. നമുക്കിവിടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഫ്രഷായിട്ടുള്ള നേന്ത്രപ്പഴമൊന്നും കിട്ടൂല. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഫ്രോസൺ നേന്ത്രപ്പഴം മേടിക്കലാണ്. അപ്പോൾ എപ്പോഴും അതിന് നോക്കുമ്പോൾ ആകെ ഒരു 5-6 പീസ് ആയിട്ടുണ്ടല്ലോ. ഇതിന് തന്നെ ആ ഒരു പാക്കറ്റിന് $10 ഉണ്ടാവല്. അപ്പോൾ ഇന്ന് എന്തോ പോയപ്പോൾ 2 പാക്കറ്റ്, അതുപോലത്തെ 2 പാക്കറ്റിന് $7 $8 വെച്ചിട്ട് എന്തോ ഓഫർ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ആ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അതിനുശേഷം നമ്മൾ ചായയും കള്ളപ്പവും ബീഫ് കറിയൊക്കെ കൂട്ടി കഴിച്ചു. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ ഡേയിലത്തെ മോർണിംഗ് വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.